ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെ ഊർജിതമാക്കിയിരിക്കുന്നത്. അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ശബരിമലയിലെ സ്പോൺസർ എന്ന് വിശ്വസിപ്പിച്ച് തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചതായി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. ഗോവർദ്ധനും ശബരിമല തന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനം എന്താണ്? ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയും ശബരിമലയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയായുള്ള ബന്ധം എന്താണ്? ശബരിമല തന്ത്രിയായി ഇയാൾക്കുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SIT 10 ദിവസത്തെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ആദ്യഘട്ടത്തിലെ സമഗ്രമായ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത്. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകളും ഇനി അന്വേഷണം ഏത് ദിശയിലായിരിക്കും നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തുകയും അതീവ രഹസ്യമായി അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെ ഈ രണ്ടാം ഘട്ടത്തിലാണ് നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് SIT കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഈ ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണം കൈമാറിയിരിക്കുന്നത് ബെല്ലാരിയിലെ റോധ ജുവലേഴ്സിലാണ് എന്ന ഒരു കണ്ടെത്തലിലേക്ക്, എന്നൊരു സൂചനയിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. പക്ഷേ ഇത് ഈ ബെല്ലാരിയിലുള്ള ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ അറിവോടെയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കഴിഞ്ഞ ദിവസം കൈവന്നിട്ടില്ലായിരുന്നു. പക്ഷേ അത് വിശദീകരിച്ചുകൊണ്ട് ഗോവർദ്ധൻ തന്നെ ന്യൂസ് 8നോട് പ്രതികരണം നടത്തി. അതായത് 35 വർഷത്തിലധികമായി ശബരിമലയുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് താൻ. എല്ലാ വർഷവും അയ്യപ്പ ദർശനം നടത്താറുണ്ട്. അതോടൊപ്പം തനിക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു ഭാഗം ശബരിമലയുടെ പുണ്യപ്രവർത്തികൾക്കായി താൻ വിനിയോഗിക്കാറുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് 2023 ജൂലൈ 3-ാം തീയതി ഗോവർദ്ധന്റെ ഈ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ അയ്യപ്പ പൂജയ്ക്കായി ശബരിമലയിലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് എത്തിയെന്ന് വ്യക്തമാക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ അടക്കം, അതായത് മഹേഷ് മോഹനരെ അവിടേക്ക് ക്ഷണിക്കുന്നതിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പലതവണ ആവശ്യപ്പെട്ടു അവിടേക്ക് എത്തണമെന്ന്, അങ്ങനെ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ തനിക്ക് അവൈലബിൾ ആയ ഒരു സമയം ഈ ബെല്ലാരിയിലുള്ള ഈ ഗോവർദ്ധനെ അറിയിക്കുകയും അങ്ങനെ അവിടേക്ക് എത്താനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളോട് പങ്കുവച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇതൊരു സൗഹൃദം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിൽ ഈ ഗോവർദ്ധൻ ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമായെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോവർദ്ധന്റെ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പല കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കിയെന്നും അതോടൊപ്പം ഈ ശബരിമലയിൽ വലിയ വ്യക്തിബന്ധം തനിക്കുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം എല്ലാ വർഷവും നടക്കുന്ന ഈ മണ്ഡലകാലത്ത് ഉൾപ്പെടെ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. ഡാൻ, തുടർന്നോളൂ. തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഈ SIT കടക്കും. അതിന് മുന്നോടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അടക്കം ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ എത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ മൊത്തം തട്ടിപ്പിന്റെ ഒരു കിങ് പിൻ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതാണോ ഈ ഘട്ടം വരെ അന്വേഷണം എത്തുമ്പോൾ മനസ്സിലാക്കുന്നത്? ഇയാളുടെ വീട്ടിൽ നിന്ന് 167 ഗ്രാം സ്വർണം കണ്ടെടുക്കുന്നുണ്ട്. ഈ ഗോവർദ്ധൻ എന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയെ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതാണോ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്? തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനെ ഉൾപ്പെടെ
പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു, കബളിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് അവർ നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇക്കാര്യങ്ങളിലൊന്നും ഒരു തുറന്നു പറച്ചിൽ, മറ്റ് വാർത്തകൾ തേടി നമ്മൾ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻപുട്ട് പോലെ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം അവരുടെ മേളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ ഒരു പരിമിതി നിലനിൽക്കുന്നത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഗോവർദ്ധനൻ അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൂടിയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോറ്റി എന്ന് പറയുന്നത് മറ്റാരുടെ ബിനാമിയാണ് എന്നൊരു സംശയം ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതാരെന്ന് കണ്ടെത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം കടക്കുകയാണിപ്പോൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പ്രധാന സൂത്രധാരൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്നതിലേക്കാണ് നിഗമനങ്ങൾ എത്തുന്നത്. പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരാൻ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ച അന്വേഷണ സംഘം വിപുലമായ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെയായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശബരിമല തന്ത്രിയുമായി അടക്കം ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ അടുത്ത ബന്ധമുണ്ട്. അവിടെ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തിരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂജകൾ നടത്തിയെന്നൊക്കെ ചില മാധ്യമ വാർത്തകൾ കണ്ടു. ഈ സത്യമാണ്, അത് സത്യമാണ്. പൂജകൾ നടത്തിയെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ ഒരു ചാനലിനോട് സമ്മതിക്കുകയും ചെയ്തു. അതിനൊക്കെ എന്താ പ്രശ്നം? ആൾക്കാരുടെ വീട്ടിൽ പൂജ നടത്തുന്നതോ മറ്റോ അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഇത് മനഃപൂർവ്വം ഫോക്കസ് തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണ ക്ലാഡിംഗ് സ്വർണ്ണ പ്ലേറ്റിംഗ് ആക്കി മാറ്റി. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 1.5 കിലോഗ്രാം സ്വർണം എടുത്ത് പകരം 500 ഗ്രാം മാത്രമേ എക്സ്ട്രാക്ട് ചെയ്തുള്ളൂ എന്ന് എഴുതി വെച്ചു. ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണ് അവർ നടത്തിയത്. തന്ത്രി അയാളുടെ വീട്ടിൽ പൂജ ചെയ്തു പറഞ്ഞ് യാതൊരു ഇതുമില്ല. കാര്യം അയാൾക്ക് വേറെ സുഹൃത്തുക്കളും കാര്യം കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ നിൽക്കുന്ന മുരാരി ബാബുവിന്റെ പുറകിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡും എല്ലാം ഇതിൽ ഉത്തരവാദികളാണ്. ഈ വിഷയം ദേവസ്വം ബോർഡിലേക്ക് എത്താതിരിക്കാനും ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്ക് അന്വേഷണം വരാതിരിക്കാനും വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ചുരുക്കുന്നത്. അത് കള്ളത്തരമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കള്ളത്തരം കണ്ടുപിടിക്കുമെന്നും ഇവരെ ശിക്ഷിക്കുമെന്നും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ആഗ്രഹിക്കുന്നു. ഉദാഹരണം, ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ലോ ഈ മഹസർ തിരുത്തിയത് അല്ലെങ്കിൽ രേഖ തിരുത്തിയത്. സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പൻ എഴുതിയത് ദേവസ്വം ബോർഡിന്റെ അറിവും അനുമതിയും നേതൃത്വത്തോടു കൂടിയല്ലേ. താങ്കളുടെ വീട്ടിൽ നിന്ന് ഒരു 10 പവൻ സ്വർണം എടുത്തുകൊണ്ട് പോയിരിക്കുക പണിക്ക് വേണ്ടിയിട്ട്. 39 ദിവസമായിട്ട് ഒരു പണിക്കാരന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ താങ്കൾ വിളിച്ചു ചോദിക്കൂലേ? ഞാൻ വിളിച്ചു ചോദിക്കൂലേ? ദേവസ്വം ബോർഡ് എന്താ വിളിച്ചു ചോദിക്കാത്തത്? കാര്യം ദേവസ്വം ബോർഡിന് അറിയാം ഈ 39 ദിവസം കഴിഞ്ഞ് എത്തും. അവൻ ദേവസ്വം ബോർഡിന്റെ റോളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരിവാക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ്, അയാളെ അറസ്റ്റ് ചെയ്യണം. 4 ദിവസം മുതൽ പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, മുരാരി ബാബുവിനെ, സ്മാർട്ട് ക്രിയേഷൻസിനെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം ഇതിൽ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും കൂടെ പോകണം. ഇപ്പോ കുറച്ചു സ്വർണം അവിടെ നിന്ന് ഇവിടുന്ന് മാറി ഇത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെയല്ല, അത് കള്ളമാണ്. 1.5 കിലോഗ്രാം, കൃത്യം പറഞ്ഞാൽ 1.1 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം വാതിൽപ്പടികളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോ കണക്കിൽ തൂക്കം ഒപ്പിച്ച് സ്വർണം അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. ഹൈക്കോടതി ആ കള്ളത്തരം പിടിക്കുമെന്ന് കരുതുന്നു. അതോടൊപ്പം 2019 ഈ ജുവലറിയിൽ മേടിച്ചു വെച്ച സ്വർണം ഈ 6 വർഷമായിട്ട് അയാൾ അവിടെ പൂജിച്ചു വെച്ചിരിക്കുകയായിരുന്നു.